ഹായ് ഫ്രണ്ട്സ്, സാനീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വായനാ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകൾ എത്രയെണ്ണമാണ്? ഉത്തരം 6. ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷ ഏതാണ്? ഉത്തരം തമിഴ്. രാത്രിമഴ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ഉത്തരം സുഗതകുമാരി. ആത്മകഥയ്ക്ക് ഒരാമുഖം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം MT വാസുദേവൻ നായർ. ലോകസഭാ അംഗമായിരുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റ് ആരാണ്? ഉത്തരം SK പൊറ്റക്കാട്. ഇതാ ഇവിടെ വരെ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം P പത്മരാജൻ. ഉപ്പ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ചെറുശ്ശേരി. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം C ഗോവിന്ദപിഷാരടി. തോപ്പിൽ ബാസി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഭാസ്കരൻ പിള്ള. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം P കുഞ്ഞിരാമൻ നായർ. ആൽക്കെമിസ്റ്റ് ആരുടെ കൃതിയാണ്? ഉത്തരം പൗലോ കൊയ്ലോ. ദൈവത്തിന്റെ വികൃതികൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം M മുകുന്ദൻ. PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത്? ഉത്തരം ക്രൂപ്സ്കായ അവാർഡ്. നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയത് ആരാണ്? ഉത്തരം മാധവിക്കുട്ടി. ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഒഡീസി, ഇലിയഡ്. രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? ഉത്തരം വാസനാവികൃതി. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആര്? ഉത്തരം ONV കുറുപ്പ്. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. 1972 നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടകദർപ്പണം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം NN പിള്ള. കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? ഉത്തരം മിതവാദി. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമേത്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്.
കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജോർജ് വർഗീസ്. ഇ റീഡിംഗ് എന്നതിൽ ഈ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം ഇലക്ട്രോണിക്. MT വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 1958. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം MK മേനോൻ. വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥമേതാണ്? ഉത്തരം വിശുദ്ധ ഖുർആൻ. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം PC ഗോപാലൻ. ദേവകി നിലയങ്ങോടിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം നഷ്ടബോധങ്ങളില്ലാതെ. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. ഹരിപ്രസാദ് ചൗരസ്യ ഏതു സംഗീതോപകരണത്തിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നത്? ഉത്തരം ഓടക്കുഴൽ. ഇന്ത്യയിൽ സാഹിത്യമേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠം. വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ് ആര്? ഉത്തരം ശ്രീരാമൻ. കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കഥകളി. ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം KR മീര. ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം ഏത്? ഉത്തരം പുറക്കാട്. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? ഉത്തരം SR രംഗനാഥന്റെ ജന്മദിനമായ ആഗസ്റ്റ് 12. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ലൈബ്രറി ഏത്? ഉത്തരം പാർലമെന്റ് ലൈബ്രറി. ത്രിപുരസുന്ദരി കൊച്ചമ്മ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം CV രാമൻ പിള്ളയുടെ ധർമ്മരാജ. അമ്മ എന്ന റഷ്യൻ നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം മാക്സിം ഗോർക്കി. കുറത്തി എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? ഉത്തരം കടമ്മനിത്ത. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപവൽക്കരിച്ചത് ആരാണ്? ഉത്തരം PN പണിക്കർ. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ ആര്? ഉത്തരം KP കേശവമേനോൻ. സൂരി നമ്പൂതിരിപ്പാട് ഏതു നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ഇന്ദുലേഖ.